ഹലോ ഗായ്സ്, വെൽക്കം ടു ബിറ്റ്സ് ആൻഡ് ബുക്സ്. ഇന്ന് നമ്മൾ ഒരു സ്റ്റഡി ക്ലാസ്സുമായിട്ടാണ് വന്നിരിക്കുന്നത്. ഞാൻ എല്ലാവർക്കും അറിയുന്നുള്ളത്, ഞാനൊരു ബിടെക് S4IT KTയുടെ അണ്ടറിൽ പഠിക്കുന്ന 2024 സ്കീമിലുള്ള ഒരു സ്റ്റുഡൻ്റ് ആണ്. സോ എൻ്റെ കമ്പ്യൂട്ടർ നെറ്റ്വർക്ക് ലാബ്സ് കഴിഞ്ഞു. ഞാൻ അതിനു വേണ്ടി പ്രിപ്പയർ ചെയ്ത കുറച്ച് കാര്യങ്ങൾ എന്ന് പറഞ്ഞാൽ IPv4 അഡ്രസ്സിങ്ങും സബ്നെറ്റിങ്ങും ഇത് കമ്പ്യൂട്ടർ നെറ്റ്വർക്ക് ലാബിനും ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യമല്ലേ. ഞാൻ എന്താണോ പഠിച്ചത് അത് നിങ്ങളുടെ കയ്യിൽ ഷെയർ ചെയ്യാൻ വരുവാണ്. എന്തെങ്കിലും തെറ്റുണ്ടെങ്കിൽ ക്ഷമിക്കുക. നമുക്ക് കടക്കാം. വാട്ട് ഈസ് എൻ IPv4 അഡ്രസ് എന്നാണ് ഫസ്റ്റ് പഠിക്കാൻ പോകുന്നത്. ഒരു 32-ബിറ്റ് ലോജിക്കൽ അഡ്രസ്സിംഗ് സ്കീമാണ് IPv4 അഡ്രസ്സിങ്. അത് എന്താണ്, യുണീക്ലി ഒരു ഡിവൈസിനെ ഒരു നെറ്റ്വർക്കിൽ ഐഡന്റിഫൈ ചെയ്യാൻ വേണ്ടി ഉപയോഗിക്കുന്നതാണ്. അത് ഡോട്ടൽ ഡെസിമൽ നൊട്ടേഷനിലാണ് ഉപയോഗിക്കുന്നത്. 4 ഒക്ടറ്റ്സ് ഡോട്ട്സ് വഴി സെപ്പറേറ്റ് ചെയ്യും. ഈ ഒരു എക്സാമ്പിൾ നോക്കുവാണെങ്കിൽ 192 ഒരു ഡോട്ട് വഴി സെപ്പറേറ്റ് ചെയ്യുവാണ്. അതിൻ്റെ 168 ഒരു ഡോട്ട് വഴി സെപ്പറേറ്റ് ചെയ്യുവാണ്. 1 സെപ്പറേറ്റ് ചെയ്യുവാണ്. 10 സെപ്പറേറ്റ് ചെയ്യുവാണ്. ഈ ഓരോ 192 ആണെങ്കിലും 168 ആണെങ്കിലും 1 ആണെങ്കിലും 10 ആണെങ്കിലും ഇത് എല്ലാം വേറെ വേറെ ഒക്ടറ്റ്സ് ആണ്. എത്ര ഒക്ടറ്റ്സ് ഉണ്ട് അങ്ങനെ നോക്കിയാൽ 4 ഒക്ടറ്റ്സ് ഉണ്ട്. ഡെസിമൽ നൊട്ടേഷനിലാണ് ഇത് ചെയ്യുന്നതെന്ന് നമ്മൾ പറഞ്ഞു, റെപ്രസെന്റ് ചെയ്യുന്നതെന്ന് പറഞ്ഞു. 192നെ ഡെസിമലിലോട്ട് ആക്കുമ്പം അത് 8 ബിറ്റ്സ് ആണ്. അതേപോലെ എല്ലാം 8 ബിറ്റ്സ് ഈച്ച് ആയിട്ടുള്ള 4 ഒക്ടറ്റ്സ് ആണ് നമുക്ക് ഇവിടെ ഉള്ളത്. എന്താണ്, അങ്ങനെ 32 ബിറ്റ്സ് ആണ് നമ്മുടെ IPv4 ഉള്ളത്. അതാണ് നമ്മൾ ആദ്യമേ പറഞ്ഞ ഒരു 32-ബിറ്റ് ലോജിക്കൽ അഡ്രസ്സിംഗ് സ്കീമാണ് IPv4 എന്ന് പറയുന്നത്. അതിൽ എത്രയാണ്, 4 ഒക്ടറ്റ്സ് ഉണ്ട്. ഈ ഓരോ ഒക്ടറ്റ്സിനും 8 ബിറ്റ്സ് ഉണ്ട്. ഈ 32 ബിറ്റ്സ് ടോട്ടൽ ഉണ്ട്. എന്താണ്, 232 അഡ്രസ്സസ് ആണ് വരുന്നത്. അപ്പം 232 അഡ്രസ്സ് എന്ന് പറയുമ്പോൾ 4.3 ബില്യൺ അഡ്രസ്സസ് ഓളം വരും. ഓക്കെ. ആൻഡ് അടുത്ത് വേറൊരു ഇമ്പോർട്ടൻറ്റ് കാര്യം എന്ന് പറയുമ്പോൾ ഞാൻ പറഞ്ഞു ഓരോ ഒക്ടറ്റിലും 8 ബിറ്റ്സ് ആണ് ഉള്ളതെന്ന്. ഒരു ഒക്ടറ്റിൽ 8 ബിറ്റ്സ് എന്ന് പറയുമ്പം എത്ര 1 വരാം, ഒരു 8 1 വരാം. 8 1 എന്ന് പറയുമ്പം 256 ആണ് അതിന്റെ വാല്യൂ, 8 1 എന്ന് പറയുമ്പോൾ. അതിന്റെ അർത്ഥം എന്താണ്, ഒരു ഒക്ടറ്റിൽ മാക്സിമം ഡെസിമൽ വാല്യൂ 256 വരെയാണ് പറ്റുന്നത്. പക്ഷേ എന്താണ്, 0 തൊട്ട് തുടങ്ങുന്നതുകൊണ്ട് 255 വരെയാണ് മാക്സിമം ഒരു ഒക്ടറ്റിൽ വരാൻ പറ്റുന്ന റേഞ്ച്. എന്താണ്, 0 to 255 വരെയാണ് ഒരു ഒക്ടറ്റിൽ വരാൻ പറ്റുന്ന റേഞ്ച്. 4 ഒക്ടറ്റ്സിലും 0 to 255 ഏതെങ്കിലും ഒരു നമ്പർ ആയിരിക്കും വരുന്നത്. ഓക്കെ. അടുത്ത സ്ട്രക്ചർ ഓഫ് ആൻ IPv4 അഡ്രസ്സ്. ഒരു IPv4 അഡ്രസ്സിന്റെ സ്ട്രക്ചർ ആണ് പഠിക്കുന്നത്. ഒരു IPv4 അഡ്രസ്സിൽ രണ്ട് പാർട്സ് ഉണ്ട്, നെറ്റ്വർക്ക് ഐ ഡിയും ഹോസ്റ്റ് ഐ ഡിയും. ഇതാണ് സ്ട്രക്ചർ ഓഫ് ആൻ IPv4 അഡ്രസ്സ്. എന്താണ്, നെറ്റ്വർക്ക് ഐ ഡിയും ഹോസ്റ്റ് ഐ ഡിയും കമ്പൈൻ ചെയ്തിട്ടാണ് IPv4 അഡ്രസ്സ് എന്ന് പറയുന്നത്. സബ്നെറ്റ് മാസ്ക് യൂസ് ചെയ്തിട്ടാണ് നമ്മൾ ഈ സ്പ്ലിറ്റ് ഡിറ്റർമിൻ ചെയ്യുന്നത്. ഓക്കെ, ഏതാണ് നെറ്റ്വർക്ക് ഐ ഡി, ഏതാണ് ഹോസ്റ്റ് ഐ ഡി എന്ന് ഡിറ്റർമിൻ ചെയ്യുന്നത്. ഇത് സബ്നെറ്റിംഗിൽ ഒരു ഇമ്പോർട്ടൻറ്റ് പാർട്ടാണ്. ഓക്കെ. നെക്സ്റ്റ് വരുന്നത് ക്ലാസ്ഫുൾ അഡ്രസ്സിംഗ് ആണ്. ഒരു ഒറിജിനൽ IPv4 അഡ്രസ്സസ് 5 ക്ലാസ്സസ് ആയിട്ടാണ് ഡിവൈഡ് ചെയ്തിരുന്നത്. 5 ക്ലാസ്സസ് എന്ന് പറയുമ്പോൾ A to E. ക്ലാസ് എയിൽ ഓരോ ക്ലാസ്സിന്റെയും ക്ലാസ് ഡിറ്റർമിൻ ചെയ്യുന്ന ഫസ്റ്റ് ഒക്ടറ്റ് ആണ്. ഫസ്റ്റ് ഒക്ടറ്റ് 1 to 126 റേഞ്ചിലാണെങ്കിൽ അത് ക്ലാസ് A ആണ്. ഫസ്റ്റ് ഒക്ടറ്റ് 128 to 191 റേഞ്ച് ആണെങ്കിൽ അത് B ആണ്, ക്ലാസ് B ആണ്. 190 to 223 ആണെങ്കിൽ അത് ക്ലാസ് C ആണ്. 224 to 239 ആണെങ്കിൽ അത് ക്ലാസ് D ആണ്. അതേപോലെ 240 to 255 ആണെങ്കിൽ അത് ക്ലാസ് E ആണ്. ഓക്കെ. അതിന്റെ ഡിഫോൾട്ട് മാസ്ക് എന്ന് പറയുമ്പം എന്താണ്, ക്ലാസ് എയുടേത് ഫസ്റ്റ് ഒക്ടറ്റിൽ മാത്രം 255, ബാക്കിയെല്ലാം 0.0.0 ആണ്. ആൻഡ് CIDR എന്ന് പറയുന്നത് /8 ആണ് വരുന്നത്. CIDR എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്, CIDR എന്ന് പറഞ്ഞാൽ ക്ലാസ്ലെസ് ഇന്റർ ഡൊമൈൻ റൂട്ടിംഗ് ആണ്. ഇതൊരു മെത്തേഡ് ഓഫ് റെപ്രസെന്റിങ് ഒരു IP അഡ്രസ് ആൻഡ് ഇറ്റ് സബ്നെറ്റ് മാസ്ക്. IP അഡ്രസ്സും അതിന്റെ സബ്നെറ്റ് മാസ്കിനെ റെപ്രസെന്റ് ചെയ്യുന്ന ഒരു മെത്തേഡാണ്. സ്ലാഷ് ഫോളോഡ് ബൈ ഒരു നമ്പർ ആയിട്ടായിരിക്കും വരുന്നത്. ഇതെന്താണ്, ഈ സ്ലാഷിൽ ഫോളോ ചെയ്യുന്ന നമ്പർ എന്ന് പറയുന്നത് എന്താണ്, നെറ്റ്വർക്ക് ബിറ്റ്സ് ആയിരിക്കും. /8 എന്ന് പറയുമ്പോൾ 8 നെറ്റ്വർക്ക് ബിറ്റ്സ് ആണ് ഈ ക്ലാസ് എയിലുള്ളത്. ഇത് ഇത്രയും നെറ്റ്വർക്ക് ബിറ്റ്സും ബാക്കിയെല്ലാം ഹോസ്റ്റ് ബിറ്റ്സും ആയിരിക്കും. ഈ 0.0 ഇതെല്ലാം ഹോസ്റ്റ് ബിറ്റ്സ് ആയിരിക്കും. 8 എന്ന് പറയുമ്പോൾ 8 1 കണ്ടിന്യൂസ് ഒൺസ് ഉണ്ടെന്നാണ് ഇതിന്റെ അർത്ഥം. ഓക്കെ. ആൻഡ് ഇതിലെന്താണ്, ക്ലാസ് ബിയിൽ 255.255.0.0, അപ്പൊ അത് /16 വരുന്നത്. ഓക്കെ. ആൻഡ് എന്താണ്,
ഇതിൽ കണ്ടിന്യൂസ് 16 വൺസ് ഉണ്ടെന്നാണ് പറയുന്നത്. സോ ഈ രണ്ട് പാർട്ടും, ഈ രണ്ട് 255, ഈ രണ്ട് ഒക്ടറ്റ്സും നെറ്റ്വർക്ക് ബിറ്റ്സിനെ റെപ്രസെന്റ് ചെയ്യും. ആൻഡ് ഇത് രണ്ടും ഹോസ്റ്റ് ആണ്. ഓക്കെ. ആൻഡ് ഇനി അടുത്ത സിയിൽ വരുമ്പം /24 ആണ്. എന്ന് പറഞ്ഞാൽ ഈ മൂന്ന് ഒക്ടറ്റ്സും നെറ്റ്വർക്ക് ബിറ്റ്സിനെ റെപ്രസെന്റ് ചെയ്യും. ഏത് നെറ്റ്വർക്കിലാണ് ഒരു പർട്ടിക്കുലർ IP അഡ്രസ് എന്ന് പറയും. നെറ്റ്വർക്ക് ബിറ്റ്സിൽ ഈ മൂന്നെണ്ണം ഏത് നെറ്റ്വർക്കിലാണെന്ന് പറയും. ആൻഡ് ഈ ഒരു ലാസ്റ്റ് ഉള്ള ഒക്ടറ്റ് മാത്രം അതിന്റെ യുണീക് ഡിവൈസ് അഡ്രസ് ആയിട്ടുള്ള യുണീക് ഹോസ്റ്റ് അഡ്രസ്, യുണീക് ഡിവൈസ്, ആ ഒരു നെറ്റ്വർക്കിലുള്ള ഒരു ഡിവൈസ് അത് ഏതാണെന്ന് റെപ്രസെന്റ് ചെയ്യാൻ ഈ ഒരു ഒക്ടറ്റ് മാത്രം. ഇതിൽ ഈ 2 ഒക്ടറ്റ്സ് യൂസ് ചെയ്യും. ആൻഡ് ഇതിൽ ഈ 3 ഒക്ടറ്റ്സ് യൂസ് ചെയ്യും ആ ഒരു ഹോസ്റ്റ് ബിറ്റ് റെപ്രസെന്റ് ചെയ്യാൻ. ആൻഡ് ബാക്കിയെല്ലാം എന്താണ് നെറ്റ്വർക്ക് ബിറ്റ്സ് റെപ്രസെന്റ് ചെയ്യാനാണ്. സോ അതാണ് ക്ലാസ് എ, ക്ലാസ് ബി, ക്ലാസ് സി. നമ്മൾ ക്ലാസ് സിയും ഉപയോഗിക്കത്തില്ല സബ്നെറ്റിങ്ങിൽ. കാരണം എന്താണെന്ന് വെച്ചാൽ മൾട്ടി കാസ്റ്റിംഗ്, ക്ലാസ് ഡി എന്ന് പറഞ്ഞാൽ മൾട്ടി കാസ്റ്റിംഗ് എന്നുള്ളതും ആൻഡ് ക്ലാസ് എ എന്ന് പറഞ്ഞാൽ റിസർച്ച് പർപ്പസിന് റിസർവ് ചെയ്ത് വെച്ചിരിക്കുകയാണ്. സോ ഇത് രണ്ടും നമ്മൾ യൂസ് ചെയ്യത്തില്ല. സോ അടുത്ത വൈ സബ്നെറ്റിംഗ് എന്നുള്ളതാണ്. സോ ഒരു സബ്നെറ്റിംഗ് എന്ന് പറയുമ്പം എന്താണ്, ഒരു ലാർജ് നെറ്റ്വർക്കിനെ സ്മോളർ ലോജിക്കൽ സബ് നെറ്റ്വർക്ക്സ് ആയിട്ട് ഡിവൈഡ് ചെയ്യുകയാണ് ചെയ്യുന്നത്. ബൈ എന്താണ്, ബോറോയിങ് ബിറ്റ്സ് ഫ്രം ഹോസ്റ്റ് പോർഷൻസ്. ഹോസ്റ്റ് പോർഷൻ എന്ന് എന്താണ് ബിറ്റ്സ് ബോറോ ചെയ്തിട്ട് നമ്മൾ ഒരു വലിയ ലാർജർ നെറ്റ്വർക്കിനെ സ്മോളർ ലോജിക്കൽ സബ് നെറ്റ്വർക്ക്സ് ആയിട്ട് ഡിവൈഡ് ചെയ്യുകയാണ്. സോ നമുക്ക് ഒരു ക്ലാസ് സി അഡ്രസ് എടുക്കാം. ക്ലാസ് സി അഡ്രസ് എന്ന് പറയുമ്പോൾ ക്ലാസ് സി എങ്ങനെയാണ്, ഫസ്റ്റ് ഒക്ടറ്റ് ടു 192 ടു 223 എന്ന് പറഞ്ഞ റേഞ്ചിൽ വരും. സോ നമുക്ക് 192.168.10.0 എന്ന് പറഞ്ഞൊരു IP അഡ്രസ് എടുക്കാം. സോ ഈ IP അഡ്രസ്സിൽ ക്ലാസ് സിയിൽ ഫസ്റ്റ് 3 ഒക്ടറ്റ്സ് നെറ്റ്വർക്ക് ബിറ്റ്സും തേർഡ് ഒക്ടറ്റ് ഹോസ്റ്റ് ബിറ്റുമാണ് അല്ലേ. സോ ഫസ്റ്റ് 3 ഒക്ടറ്റ്സ് നെറ്റ്വർക്ക് ബിറ്റ്സ് എന്ന് പറയുമ്പോഴേക്കും ഫസ്റ്റ് 3 നെറ്റ്വർക്ക്സ് ആണ് അത് ഏത് നെറ്റ്വർക്കിലാണെന്ന് ഡിറ്റർമിൻ ചെയ്യുന്നത്. ആൻഡ് ലാസ്റ്റ് ആണ് അത് ഏത് ഡിവൈസ് അല്ലെങ്കിൽ ഏത് യുണീക് ഡിവൈസ്, ആ ഒരു നെറ്റ്വർക്കിൽ ഏതൊരു ഡിവൈസ് യുണീക് ഡിവൈസിലാണ് അത് ഉള്ളത് എന്ന് പറയുന്നത്. സോ 192.168 വേറൊരു നെറ്റ്വർക്കാണ് ഞാൻ എടുക്കുന്നത്. 11.0 എന്ന് പറഞ്ഞാൽ വേറൊരു നെറ്റ്വർക്കാണ്. സോ കാരണം ഇതിന്റെ ഫസ്റ്റ് 3 എന്ന് പറഞ്ഞാൽ നെറ്റ്വർക്ക് ഹോസ്റ്റ് ആണ്. സോ ഫസ്റ്റ് ഞാൻ പറഞ്ഞ IP അഡ്രസ്സ് 192.168.10 192.168.11 ആണ്. സോ എന്താണ് 10ഉം 11ഉം ഡിഫറെൻ്റ് ആണ്. സോ നെറ്റ്വർക്ക് ബിറ്റ്സിൽ ഡിഫറൻസ് വരുന്ന നെറ്റ്വർക്ക് ഒക്ടറ്റ്സ് നെറ്റ്വർക്ക് പാർട്ടിൽ ഡിഫറെൻ്റ് വരുന്നുണ്ട്. സോ എന്താണ് ഇത് രണ്ടും ഡിഫറെൻ്റ് നെറ്റ്വർക്ക്സ് ആണ്. സോ ഇതേപോലെയാണ് ഡിഫറെൻ്റ് നെറ്റ്വർക്ക്സ് ഒരു IPv4 അഡ്രസ്സിൽ നമ്മൾ കണ്ടുപിടിക്കുന്നത്. അപ്പം ഇതെന്താണ് ഒത്തിരി ലാർജ് ആണ്. ഓക്കെ. സോ എന്താണ് 192.168.10.0 തൊട്ട് 192.168.11.0 വരെ കുറേ അഡ്രസ്സസ് ഉണ്ട്. അപ്പം ഈ അഡ്രസ്സസിനെല്ലാം സബ്നെറ്റിംഗ് ഉപയോഗിച്ച് നമുക്ക് സ്മോൾ ലോജിക്കൽ സബ് നെറ്റ്വർക്ക്സ് ആക്കി മാറ്റാൻ പറ്റും. സോ അതാണ് സബ്നെറ്റിംഗ് എന്ന് പറയുന്നത്. സോ സബ്നെറ്റിംഗ് എന്ന് പറയുന്നത് ബ്രോഡ്കാസ്റ്റ് ട്രാഫിക്കും നെറ്റ്വർക്ക് കൺജഷനും റെഡ്യൂസ് ചെയ്യും, സെക്യൂരിറ്റി ഇംപ്രൂവ് ചെയ്യും. എങ്ങനെ, നമുക്ക് ഒരു ഡിപ്പാർട്ട്മെന്റ്സ് അല്ലെങ്കിൽ ഗ്രൂപ്പ്സിനെ ഐസൊലേറ്റ് ചെയ്യാൻ പറ്റും. സോ അങ്ങനെ നമുക്ക് സെക്യൂരിറ്റി ഇംപ്രൂവ് ചെയ്യാൻ പറ്റും. സോ നമ്മൾ എങ്ങനെയാണ്, നമ്മൾ VLANസിൽ നമുക്ക് ഡിപ്പാർട്ട്മെന്റ്സിനെ ഐസൊലേറ്റ് ചെയ്യാൻ പറ്റും, ഗ്രൂപ്പ്സിനെ. സോ അതൊരു എക്സാമ്പിൾ ആണ്. ഓക്കെ. അടുത്ത് IP അഡ്രസ് അലോക്കേഷൻ കൂടുതലും എഫിഷ്യൻ്റ് ആക്കും. പിന്നെ എന്താണ്, ട്രബിൾ ഷൂട്ടിങ്ങും നെറ്റ്വർക്ക് മാനേജ്മെന്റും സിംപ്ലിഫൈ ചെയ്യും സബ്നെറ്റിംഗ്. സോ ഇതാണ് സബ്നെറ്റിംഗ് എന്ന് പറയുന്നത്. സോ അടുത്ത സബ്നെറ്റ് മാസ്ക് ആൻഡ് CIDR നൊട്ടേഷൻസ് ആണ്. സോ സബ്നെറ്റ് മാസ്ക് ആണ് നെറ്റ്വർക്ക് ഐഡിയും ഹോസ്റ്റ് ഐഡിയും നമ്മൾ സെപ്പറേറ്റ് ചെയ്യുന്നത്. ആൻഡ് CIDR നൊട്ടേഷൻ എന്ന് പറയുമ്പം സ്ലാഷ് നൊട്ടേഷൻ ആണ്. അതെന്താണ്, പ്രിഫിക്സ് ലെങ്ത് എക്സ്പ്രസ് ചെയ്യും. ഓക്കെ. ഒരു സബ്നെറ്റ് മാസ്കിൽ എന്ന് പറയുമ്പോൾ സബ്നെറ്റ് മാസ്കിൽ കണ്ടിന്യൂസ് വൺസ് ആയിരിക്കും ഉള്ളത്. വൺസ് ഫസ്റ്റ് കണ്ടിന്യൂസ് 1 തൊട്ട് സ്റ്റാർട്ട് ചെയ്തിട്ട് ദെൻ സീറോസ് വന്നാൽ കണ്ടിന്യൂസ് സീറോസ്, അല്ലാതെ 101 അതൊന്നും അങ്ങനെയൊന്നും ഒരു സബ്നെറ്റ് മാസ്കിലും വരത്തില്ല. ഓക്കെ. ആൻഡ് ഈ സബ്നെറ്റ് മാസ്കിൽ 255 എന്ന് പറഞ്ഞാൽ 8 വൺസ് ഉണ്ട്. ഓക്കെ. 8 വൺസ് ഉള്ളതാണ് 255 എന്ന് പറഞ്ഞാൽ. സോ 255.255.255.0 എന്ന് പറഞ്ഞാൽ /24 ആണ്. അത് വരാൻ കാരണം ഫസ്റ്റ് ഒക്ടറ്റിൽ 8 വൺസ്, സെക്കൻഡ് ഒക്ടറ്റിൽ 8 വൺസ്, തേർഡ് ഒക്ടറ്റിൽ 8 വൺസ് ആണ് ഉള്ളത്. സോ എന്താണ് 255.255.255.0 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അപ്പോൾ എത്ര വൺസ് ഉണ്ട് മൊത്തം? 8 × 3 ഒക്ടറ്റ്സിലാണ് 1 ഉള്ളത്. ആ ലാസ്റ്റ് ഒക്ടറ്റിൽ 0 ആണ്. അപ്പം എത്ര വൺസ് ആണുള്ളത്? 24 വൺസ് ആണുള്ളത്. അപ്പോൾ /24 വരും. ആൻഡ് ഇവിടെ ഹോസ്റ്റ് കണ്ടുപിടിക്കുന്നത് യൂസബിൾ ഹോസ്റ്റ് കൊടുത്തിട്ടുണ്ട്. സോ ഇവിടെ യൂസബിൾ ഹോസ്റ്റ് കൊടുത്തിരിക്കുന്നത് എന്താണ്,
ടു റേസ് ടു എത്ര സീറോസ് ആണോ ഉള്ളത് അതാണ് അത്രയും ഹോസ്റ്റ് ആണ് ഉള്ളത്. ആൻഡ് യൂസബിൾ ഹോസ്റ്റ് എന്ന് പറയുമ്പം ഒരു ഹോസ്റ്റില് ഇപ്പം യൂസബിൾ ഹോസ്റ്റ് എന്ന് പറയുമ്പം ഹോസ്റ്റിൽ കിട്ടുന്നതിൽ ഇപ്പൊ ടു റേസ് ടു എത്ര സീറോസ് ഉണ്ട്, ഇതിൽ എയ്റ്റ് വൺസ് ആണുള്ളത്. സോ 24 വൺസും സീറോ ഈ ഒരു ഒക്ടറ്റിൽ മാത്രം സീറോ ഉള്ളൂ. സോ 8 സീറോസും ആണ് ഉള്ളത്. ടു റേസ് ടു എയ്റ്റ്. സോ 2 റേസ് ടു 8 എന്ന് പറയുന്നത് 256 ആണ്. ഓക്കെ, 256 ടു റേസ് ടു 8 മൈനസ് 2 രണ്ട് കുറയ്ക്കും. കാരണം ഫസ്റ്റ് ഹോസ്റ്റ് എന്ന് പറയുന്നത് നെറ്റ്വർക്ക് ഐ ഡിക്ക് പോവും, ആൻഡ് ലാസ്റ്റ് ഹോസ്റ്റ് എന്ന് പറയുന്നത് ബ്രോഡ്കാസ്റ്റ് ഐ ഡിക്കും പോവും. സോ എന്താണ്, മൈനസ് ചെയ്യുമ്പോൾ 254 യൂസബിൾ ഹോസ്റ്റ് ആണ് അതിലുള്ളത്. ഓക്കെ, ഇനി സെയിം അതേപോലെ തന്നെയാണ് ഇതും. ഇതിന് /25 എന്ന് പറയുമ്പം 25 വൺസ് ആണുള്ളത്. ആൻഡ് 32 ബിറ്റ്സിൽ 25 നെറ്റ്വർക്ക് ബിറ്റ്സ് ആണ് ഉള്ളതെങ്കിൽ എത്ര ഹോസ്റ്റ് ബിറ്റ്സ് ഉണ്ടാവും? 32 മൈനസ് 25. സോ എത്രയാണ്? 7 ഹോസ്റ്റ് ബിറ്റ്സ് ആണുള്ളത്. 7 ഹോസ്റ്റ് ബിറ്റ് എന്ന് പറയുമ്പോൾ എത്ര യൂസബിൾ ഹോസ്റ്റ് ഉണ്ടെന്ന് നമുക്ക് കണ്ടുപിടിക്കാം. 2 റേസ് ടു 7. സോ 2 റേസ് ടു 7 എന്ന് പറയുമ്പോൾ എന്താണ്? 2 റേസ് ടു 7 എന്ന് പറയുമ്പം 128 ആണ്. ഓക്കെ, ഇത്രയും ഹോസ്റ്റ് ആണ് ഉള്ളത്. യൂസബിൾ ഹോസ്റ്റ് എന്ന് പറയുമ്പോൾ -2 ചെയ്യണം. 128 -2 ചെയ്യുമ്പോൾ 126. ഓക്കെ, സ്മോൾ ലാൻ, ഹാഫ് സബ്നെറ്റ്, ക്വാർട്ടർ സബ്നെറ്റ്, ഡിപ്പാർട്ട്മെന്റ് സബ്നെറ്റ്, അങ്ങനെ ഓരോന്നാണ്. സോ ഇതിലെല്ലാം സെയിം രീതിയിലാണ് ചെയ്യുന്നത്. 26 ആകട്ടെ, 27 ആകട്ടെ, ബാക്കിയെല്ലാം സെയിം. ഞാൻ ഇത്രയും പറഞ്ഞ രീതിയിലാണ് ബാക്കിയെല്ലാം കണ്ടുപിടിച്ചിരിക്കുന്നത്. ഓക്കെ, സോ ഗായ്സ്, നമ്മൾ ഇന്നത്തെ ക്ലാസ്സിൽ ഇപ്പോൾ ഇത്രയാണ് പഠിക്കുന്നത്. സോ ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ എന്താണ് പഠിച്ചത്? IPv4 അഡ്രസ്സിങ്ങും സബ്നെറ്റിങ്ങിനെയും കുറിച്ചാണ് പഠിച്ചത്. സോ IPv4 അഡ്രസ്സ് എന്താണ്, സബ്നെറ്റിംഗ് എന്താണ് എന്നാണ് നമ്മൾ പഠിച്ചത്. സോ അതിൽ സ്ട്രക്ചർ ഓഫ് IPv4 അഡ്രസ്സ്, ക്ലാസ്ഫുൾ അഡ്രസ്സിങ്, പിന്നെ സബ്നെറ്റിംഗ് എന്താണ്, എന്തിനാണ് നമ്മൾ അത് ഉപയോഗിക്കുന്നത്, പിന്നെ സബ്നെറ്റ് മാസ്കിനെ കുറിച്ചുമാണ് പഠിച്ചത്. നെക്സ്റ്റ് പാർട്ട് ടൂവിൽ നമ്മൾ ഇടാൻ പോകുന്നത് സബ്നെറ്റിങ്ങിന്റെ ഫോർമുലാസും ബ്ലോക്ക് സൈസും, വിച്ച് ഇസ് മെയിൻ പാർട്ട് ഓഫ് സബ്നെറ്റിംഗ് ആൻഡ് വെരി ഇമ്പോർട്ടൻറ്റ് ഇൻ ലാബ് എക്സാംസ്. ഓക്കെ, സോ ഇത് നമ്മൾ നെക്സ്റ്റ് പാർട്ടിലാണ് പഠിക്കുന്നത്. ഫോർമുലാസ് എന്ന് പറയാൻ ഒന്നുമില്ല, ചെറിയ ചെറിയ സംഭവങ്ങളേ ഉള്ളൂ. ആൻഡ് എന്താണ്, അത് കഴിഞ്ഞിട്ട് നമ്മൾ എങ്ങനെയാണ് സബ്നെറ്റിംഗ് പ്രോബ്ലം സോൾവ് ചെയ്യുന്നത് ആൻഡ് ഒരു എക്സാമ്പിൾ, ഇതാണ് നമ്മൾ നെക്സ്റ്റ് പാർട്ടിൽ ഉണ്ടാകാൻ പോകുന്നത്. ആൻഡ് താങ്ക് യു സോ മച്ച് all of you for watching my video.